നമസ്കാരം. വാർത്താമഴ ആരംഭിക്കുകയാണ്. ഞാൻ അരുൺ മോഹനൻ. ഞാൻ ദില്ലാ മധു. നോക്കാം തിരഞ്ഞെടുപ്പ് വാർത്തകൾ. ഇന്ന് കൊട്ടിക്കലാശം പൊടി പിടിച്ചു അല്ലേ? എന്തായാലും മൂന്ന് മുന്നണികളും അവരുടെ എല്ലാവിധ ശക്തിയും എടുത്ത് 140 മണ്ഡലങ്ങളിലും അവരുടെ ഇന്നത്തെ ഫുൾ പവർ അവിടെ കാണിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ടിലേക്ക് തന്നെയാണ് നമ്മൾ ആദ്യം പോകുന്നത്. സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള പരസ്യ പ്രചാരണം അവസാനിച്ചു. കൊട്ടിക്കലാശത്തോടെയാണ് 23 ദിവസത്തെ പ്രചാരണ പൂരത്തിന് കൊടിയിറങ്ങിയത്. ഇനി നിശബ്ദ പ്രചാരണമാണ്. മറ്റന്നാൾ കേരളം പോളിംഗ് ബൂത്തിലെത്തും. പ്രഖ്യാപനം തൊട്ട് ഓരോ ദിവസവും ചൂടേറിയ തിരഞ്ഞെടുപ്പ് ആവേശം പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറുകളിൽ ഏറ്റവും പാരമ്യത്തിലേക്ക്. അവസാന ലാപ്പിൽ സ്ഥാനാർത്ഥികളും അണികളും അത്യാവേശത്തിൽ. കൊടും ചൂടിനിടയിലാണ് 23 ദിവസം നീണ്ടുനിന്ന പ്രചാരണം കൊട്ടിക്കലാശിച്ചത്. വിവാദങ്ങളും ആരോപണങ്ങളും വാക്പോരും പ്രചാരണത്തിൽ നിറഞ്ഞുനിന്നു. കൊട്ടിക്കലാശ ദിവസവും ആരോപണങ്ങൾക്കും വിവാദങ്ങൾക്കും കുറവില്ലായിരുന്നു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ മണിക്കൂറുകൾ. വോട്ടേഴ്സിനെ നേരിൽ കണ്ട് പരമാവധി വോട്ടുറപ്പിക്കാനുള്ള ശ്രമത്തിലാകും സ്ഥാനാർത്ഥികളും മുന്നണികളും. അടിയൊഴുക്കുകളും അട്ടിമറികളും തടയാനുള്ള ജാഗ്രത. പോളിംഗ് സാമഗ്രികളുടെ വിതരണം നാളെയാണ്. 2.71 കോടി വോട്ടേഴ്സ് മറ്റന്നാൾ പോളിംഗ് ബൂത്തിലെത്തും. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. മെയ് 4-നാണ് വോട്ടെണ്ണൽ. കേരളം ആര് ഭരിക്കുമെന്നറിയാൻ 27 ദിവസത്തെ കാത്തിരിപ്പ് കൂടി. ഇലക്ഷൻ ഡെസ്ക് 24. തെക്കൻ കേരളത്തിൽ ആവേശക്കൊടിമുടിയിലാണ് കൊട്ടിക്കലാശം അവസാനിച്ചത്. നാടും നഗരവും മുന്നണികൾ കളറാക്കി. പതാകകളുമായി പാർട്ടി പ്രവർത്തകർ നഗരവീഥികളിൽ ഒത്തുകൂടി. ക്രെയിനിൽ കയറി സ്ഥാനാർത്ഥികളും പാട്ടുകൾക്ക് ചുവടുവെച്ച അണികളും ഒത്തുചേർന്നതോടെ ആവേശം വാനോളമായി. ആകാശം മുട്ടെ ആവേശം. ഒരു മാസത്തിൽ താഴെ മാത്രം നീണ്ട പരസ്യ പ്രചാരണത്തിനാണ് ഇന്ന് തിരശ്ശീല വീണത്. തിരുവനന്തപുരം ജില്ലയുടെ പല ഭാഗങ്ങളിലെ നടന്ന കൊട്ടിക്കലാശത്തിൽ 10,000-കണക്കിന് പ്രവർത്തകരാണ് ഒഴുകിയെത്തിയത്. വട്ടിയൂർക്കാവിലെയും കഴക്കൂട്ടത്തെയും വർക്കലയിലെയും സ്ഥാനാർത്ഥികൾ ക്രെയിനിലേറി പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത് പ്രവർത്തകരെ കൂടുതൽ ആവേശത്തിലാഴ്ത്തി. പേരൂർക്കടയിൽ കൊട്ടിക്കലാശത്തിനിടെ പാർട്ടികൾ ഉയർത്തിയ ബലൂൺ പൊട്ടിയതിനെ തുടർന്ന് നേരിയ സംഘർഷമുണ്ടായി. തുടർന്ന് പോലീസ് ഇടപെട്ട് രംഗം ശാന്തമാക്കി. പ്രചാരണ വാഹനത്തിൽ നിന്ന് തീപ്പൊരി ചിതറിക്കുന്നതിനിടെ BJP പ്രവർത്തകനും ഇലക്ട്രിക് പോപ്പർ പൊട്ടിത്തെറിച്ച് കോൺഗ്രസ് പ്രവർത്തകനും പൊള്ളലേറ്റു. കൊല്ലം പിടിക്കാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുകയാണ് മുന്നണികൾ. ജില്ലയിലെ വിവിധ UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണ പരിപാടിയിൽ തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി പങ്കെടുത്തു. നേമത്ത് കൊടിവീശുന്നതുമായി ബന്ധപ്പെട്ട് തർക്കമുണ്ടായതിന് പിന്നാലെ കൂടുതൽ CRPF സേനാംഗങ്ങളെ വിന്യസിച്ചു. പത്തനംതിട്ട ടൗണിലെ ഗാന്ധി സ്ക്വയറിന് സമീപത്തായിരുന്നു ആറന്മുള നിയോജക മണ്ഡലത്തിലെ കലാശക്കൊട്ട്. കോന്നിയിലും അടൂരിലും ആവേശക്കൊടിമുടിയേറിയായിരുന്നു കൊട്ടിക്കലാശം. റാന്നിയിലും തിരുവല്ലയിലും UDF കലാശക്കൊട്ട് നടത്താതെ പ്രതിഷേധിച്ചു. പ്രളയം മനുഷ്യനിർമ്മിതമാണെന്ന വിവാദത്തെ തുടർന്നായിരുന്നു കലാശക്കൊട്ട് ഉപേക്ഷിച്ചുള്ള UDFന്റെ സത്യഗ്രഹ സമരം. കോട്ടയം ജില്ലയിലെ 9 മണ്ഡലങ്ങളിലും ആവേശകരമായ കൊട്ടിക്കലാശമായിരുന്നു. വൈക്കത്ത് കർഷകൻ മരിച്ച സംഭവത്തിൽ UDF കൊട്ടിക്കലാശം വേണ്ടെന്ന് വെച്ച് തലയോലപ്പറമ്പ് നഗരത്തിൽ മൗനജാഥ നടത്തി.
വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. ഇനി നമുക്ക് മധ്യ കേരളത്തിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. വിധി എഴുതാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആവേശം കൊട്ടിക്കയറിയാണ് മധ്യ കേരളത്തിൽ പ്രചാരണം കൊടിയിറങ്ങിയത്. ആലപ്പുഴ ഹരിപ്പാട് കൊട്ടിക്കലാശത്തിനിടെ നേരിയ സംഘർഷമുണ്ടായി. ചേലക്കര തിരുവല്ലാമലയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. പ്രചാരണത്തിന് 3 ആഴ്ചകളെ ലഭിച്ചുള്ളൂവെങ്കിലും അലകടൽ ആർത്തിരമ്പുന്നതായിരുന്നു മധ്യ കേരളത്തിലെ കൊട്ടിക്കലാശം. പറവൂരിൽ റോഡ് ഷോയോടെയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ കൊട്ടിക്കലാശത്തിനെത്തിയത്. വാശിയേറിയ പോരാട്ടം നടക്കുന്ന കളമശ്ശേരി മണ്ഡലത്തിൽ ഫ്ളൈ ഓവറിന് സമീപമായിരുന്നു മന്ത്രി P രാജീവിന്റെ റോഡ് ഷോ. പലയിടങ്ങളിലും ക്രെയിനിൽ കയറി സ്ഥാനാർത്ഥികൾ വാനോളം ഉയർന്നത് പ്രവർത്തകർക്ക് ആവേശമായി. പെരുമ്പാവൂരിലും കോതമംഗലത്തും കൊട്ടിക്കലാശത്തിനിടെ നേരിയ സംഘർഷമുണ്ടായി. ഹരിപ്പാട് കൊട്ടിക്കലാശത്തിനിടെ LDF UDF പ്രവർത്തകർ തമ്മിൽ വാക്കേറ്റവും ഉന്തും തള്ളുമുണ്ടായി. അമ്പലപ്പുഴയിൽ UDF പിന്തുണയോടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G സുധാകരൻ റോഡ് ഷോ നടത്തി. ഗുരുവായൂരിൽ NDA സ്ഥാനാർത്ഥി B ഗോപാലകൃഷ്ണൻ നൃത്തച്ചുവടുമായി പ്രവർത്തകർക്കൊപ്പം അണിചേർന്നു. ചേലക്കര തിരുവല്ലാമലയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. ചെറുതോണി, കട്ടപ്പന എന്നിവിടങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇടുക്കി മണ്ഡലത്തിലെ കൊട്ടിക്കലാശം. ന്യൂസ് ഡെസ്ക് 24. വടക്കൻ കേരളത്തിലും വ്യത്യസ്തമായിരുന്നില്ല കാഴ്ചകൾ. നാടിളകി മറിച്ചായിരുന്നു കൊട്ടിക്കലാശം. പേരാവൂരും കൊടുവള്ളിയിലും പട്ടാമ്പിലും നേരിയ രീതിയിൽ സംഘർഷമുണ്ടായി. ധർമ്മടത്തും തളിപ്പറമ്പിലും ജനസാഗരം മണ്ഡലങ്ങളെ ഇളക്കിമറിച്ചു. തലശ്ശേരിയിലും പയ്യന്നൂരിലും താളമേളങ്ങളും വർണ്ണക്കൊടികളും ബാൻഡ് മേളവുമായി മുന്നണികൾ ആവേശം തീർത്തു. കണ്ണൂർ പേരാവൂരിൽ കൊട്ടിക്കലാശം അവസാനിച്ചതിനു പിന്നാലെ UDF LDF പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. പ്രചാരണ സമയം കഴിഞ്ഞും പ്രവർത്തകർ പിരിഞ്ഞു പോകാത്തതോടെ പോലീസ് ലാത്തി വീശി. കണ്ണൂർ നഗരത്തിൽ UDFും NDAയും പഴയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് ആവേശക്കടലായി അണിചേർന്നു. DJ നൃത്തവും ബൈക്ക് റാലിയുമായി കാസർഗോഡ് മണ്ഡലത്തിലെ 3 മുന്നണികളുടെയും റാലികൾ നഗരത്തിൽ കേന്ദ്രീകരിച്ചു. കൊടുവള്ളിയിൽ LDF UDF പ്രവർത്തകർ തമ്മിൽ നേരിയ സംഘർഷമുണ്ടായി. ബേപ്പൂർ ചാലിയത്ത് UDF സ്ഥാനാർത്ഥി PV അൻവറിന്റെ പ്രചാരണ വാഹനം തടഞ്ഞെന്ന പരാതിക്ക് പിന്നാലെ LDF UDF പ്രവർത്തകർ തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഒരാൾക്ക് പരിക്കേറ്റു. പാലക്കാട് സുൽത്താൻപേട്ട ജംഗ്ഷനിൽ കൊട്ടിക്കലാശത്തിൽ 3 മുന്നണികളുടെയും 100 കണക്കിന് പ്രവർത്തകർ പങ്കെടുത്തു. പട്ടാമ്പിയിൽ കൊട്ടിക്കലാശത്തിനിടെ LDF പ്രവർത്തകരും UDF പ്രവർത്തകരും ഏറ്റുമുട്ടി. വയനാട്ടിലെ കൽപ്പറ്റയിലും ബത്തേരിയിലും മാനന്തവാടിയിലും അണികളെ ആവേശത്തിലാക്കി മേളപ്പെരുമ്പറകളും നൃത്തച്ചുവടുകളുമായി മുന്നണികൾ ശക്തി തെളിയിച്ചു. ആവേശത്തിരിളക്കമായാണ് ബേപ്പൂരിൽ കൊട്ടിക്കലാശം. സമാനമായാണ് എല്ലാ മണ്ഡലത്തിലും കൊട്ടിക്കലാശം. ക്യാമറമാൻ രാജേഷ് വളരിക്കൊണ്ടിനൊപ്പം ബേപ്പൂരിൽ നിന്നും ദീപക് ധർമ്മടം 24. ആർട്ടിമിസ് 2 ദൗത്യ സംഘത്തിന്റെ ഭൂമിയിലേക്കുള്ള മടക്കയാത്ര തുടരുന്നു. ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽ നിന്ന് ഒറൈൻ പേടകം അല്പസമയത്തിനകം പുറത്തു കടക്കും. ഒറൈൻ്റെ ചന്ദ്രപ്രക്കലിന്റെ സമയത്ത് യാത്രികർ പകർത്തിയ ചിത്രങ്ങളിൽ ചിലത് നാസ പുറത്തുവിട്ടിരിക്കുകയാണ്. പ്രജിൻ സി കാണാനുണ്ട് സയൻസ് ഡെസ്കിൽ നിന്നും. പ്രജിൻ, ചില ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്, എന്തൊക്കെയാണത്? അനുവൻ, നമ്മൾ കാത്തിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ആ ചിത്രങ്ങൾക്ക് വേണ്ടിയാണ്. ഇപ്പോൾ കുറച്ച് ചിത്രങ്ങൾ നാസ ഇതിനോടകം പുറത്തുവിട്ടിരിക്കുന്നു. ആ ചിത്രങ്ങളിലേക്കാണ് വിശദമായി നമ്മൾ പോകുന്നത്. എപ്പോഴാണ് ആ ചിത്രങ്ങൾ പകർത്തിയത്, എന്താണ് ആ ചിത്രങ്ങളിൽ കാണുന്നത് എന്നറിയുമ്പോൾ വലിയ കൗതുകമാണ്. അതുകൊണ്ട് തന്നെ ആ ചിത്രങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പോകുന്നു. അതിനു മുൻപ് ഒറൈൻ പേടകത്തിന്റെ മടക്കയാത്ര ഭൂമിയിലേക്ക് അത് തുടരുകയാണ്. 10:55 തന്നെ പൂർണ്ണമായും ഈ ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽ നിന്നും പുറത്തു കടന്ന് ഭൂമിയിലേക്ക് മാത്രമായുള്ള യാത്ര അത് തുടങ്ങുകയും ചെയ്യും. ഇത്തരത്തിൽ ഒരുപാട് ഭൂമിയിലേക്കുള്ള മടക്കയാത്ര നടത്തിയിട്ടുണ്ട് നാസ. അതുകൊണ്ട് തന്നെ അത് കുറച്ചുകൂടി എളുപ്പമാണെന്ന് പറയുന്നു. എങ്കിലും നമുക്ക് കാത്തിരിക്കാം 2 ദിവസം കൂടി. അമേരിക്കൻ ടൈം അല്ലെങ്കിൽ ഇന്ത്യൻ ടൈം ഏപ്രിൽ 11-നും അമേരിക്കൻ സമയം ഏപ്രിൽ 10-നായിട്ടുമാണ് ഇത് ഒറൈൻ പേടകം ഭൂമിയിലേക്ക് എത്തുക. പസഫിക് സമുദ്രത്തിൽ അത് സ്പ്ലാഷ് ഡൗൺ ചെയ്യുമെന്നാണ് ഇപ്പോൾ നാസ അറിയിക്കുന്നത്. നമുക്ക് ചിത്രങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. എനിക്ക് പിന്നിൽ കാണുന്ന ആദ്യ ചിത്രം, ഇത്
എന്താണെന്ന് പ്രേക്ഷകർക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ? ഇത് ചന്ദ്രനിനപ്പുറത്തേക്ക് കടന്ന് നമ്മുടെ ഒറൈൻ പേടകം പോയ സമയത്ത് അവിടെ നിന്നും നമ്മുടെ യാത്രികർ 4 പേർ കണ്ട സൂര്യഗ്രഹണത്തിന്റെ സമയത്ത് പകർത്തിയ ചിത്രമാണിത്. സൂര്യഗ്രഹണം നടക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് അതിനപ്പുറത്ത് കാണാം. ഇത് ചന്ദ്രനാണ്. ഈ ചന്ദ്രന്റെ മറുഭാഗത്ത് നമ്മൾ കാണാത്ത ഭാഗമാണിത്. നമ്മൾ കാണുന്ന ഭാഗം അപ്പുറത്താണ്. അവിടെ സൂര്യനുണ്ട്. സൂര്യപ്രകാശം നമുക്ക് കാണാം. പക്ഷേ ഇപ്പുറത്തേക്ക് വന്നപ്പോഴത്തേക്കും ആ ചന്ദ്രൻ പൂർണ്ണമായും സൂര്യനെ മറയ്ക്കുന്നു, അല്ലെങ്കിൽ ആ പ്രകാശത്തെ മറയ്ക്കുന്നു. ആ സമയത്ത് സംഭവിക്കുന്നതാണ് ഗ്രഹണം, നമുക്കറിയാം. അങ്ങനെ നമ്മൾ ഇതുവരെ കാണാത്ത പോകാത്ത ചന്ദ്രന്റെ മറുഭാഗത്ത് പോയപ്പോൾ നമ്മുടെ യാത്രികർ 4 പേർ കണ്ട ചിത്രമാണിത്. ഒരു പൂർണ്ണമായ സൂര്യഗ്രഹണം അവിടെ നടക്കുന്നു. ഇത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചിത്രമായി ഇതിനോടകം മാറുകയാണ്. ഇതുപോലുള്ള 100 കണക്കിന് ചിത്രങ്ങൾ പകർത്തിയിട്ടുണ്ട്. ആദ്യ ചിത്രം ഇപ്പോൾ നാസ പുറത്തുവിട്ടിരിക്കുന്നു. അടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് പോകാം. ഇത് ചന്ദ്രന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് ചന്ദ്രനെ ചുറ്റിക്കറങ്ങി വരുന്ന സമയത്ത് പകർത്തിയ മറ്റൊരു ചിത്രമാണ്. വളരെ പുറകിലായി നമുക്ക് കാണുന്നത് നമ്മുടെ സ്വന്തം ഭൂമിയെയാണ്. ശരിക്കും ഭൂമിയുടെ അസ്തമയം എന്നാണ് പറയുന്നത്. എർത്ത് സെറ്റ് എന്നാണ് പറയുന്നത്. നമ്മൾ സൺസെറ്റും സൺറൈസും ഒക്കെ ഉണ്ട്. പക്ഷെ ഇത് ഭൂമിയിലല്ല, ഇത് ചന്ദ്രനിലാണ്. ചന്ദ്രനും അപ്പുറത്താണ്. അതുകൊണ്ട് തന്നെ ഇതിനെ എർത്ത് സെറ്റ് എന്നാണ് പറയാം, അല്ലെങ്കിൽ ഭൗമാസ്തമയം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. ആ രീതിയിലുള്ള ചിത്രമാണിത്. അങ്ങനെ വളരെ കൗതുകം ഉണർത്തുന്ന രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങൾ ഇവർ പകർത്തിയിട്ടുണ്ട്. അടുത്ത ചിത്രത്തിലേക്ക് നമുക്ക് പോകാം. മറ്റൊരു ഈ പറയുന്ന പോലെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു ആംഗിളിൽ പകർത്തിയിരിക്കുന്ന ഈ ഭൗമാസ്തമയത്തിന്റെ മറ്റൊരു ചിത്രമാണ് ഈ 4 സംഘം പകർത്തത്. ഇനി വീണ്ടും അടുത്ത ചിത്രത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ 4 പേരാണ് നമ്മുടെ പ്രതിനിധികളായി 4 പേർ ഈ മിഷനിൽ പങ്കെടുക്കുന്നത്. ഇതിൽ ഈ പറയുന്ന മിഷൻ സ്പെഷ്യലിസ്റ്റിനെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ വിക്ടർ ഗ്ലോവർ ഉണ്ട്, റീഡ് വൈസ്മൻ ഉണ്ട്, ഒപ്പം ഹെൻറി ഹാൻസൺ ഉണ്ട്, ജെറമി ഹാൻസൺ ഉണ്ട്, മറ്റൊന്ന് നമ്മുടെ ക്രിസ്റ്റീന കോച്ച് ഉണ്ട്. 4 പേർ ചേർന്നാണ് ഈ യാത്ര നടക്കുന്നത്. ഇനി ഇവരിട്ട ഈ ഒരു ഗോഗിൾസിനും ഒരു പ്രത്യേകതയുണ്ട്. നേരത്തെ ആദ്യം നമ്മൾ കണ്ട സൂര്യഗ്രഹണ സമയത്ത് ഇവർ ധരിച്ച, അത് നേരിട്ട് നോക്കാൻ പാടില്ല നമുക്കറിയാം, ആ സമയത്ത് ചന്ദ്രനപ്പുറത്ത് നിന്ന് നോക്കിയ സമയത്ത് അവർ ധരിച്ച പ്രത്യേക കണ്ണടയാണ് അവർ ധരിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ച് അവർ ആ പേടകത്തിനകത്തുനിന്നും പകർത്തിയ സെൽഫിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇനിതാ ഏറ്റവും അവസാനമായി ഈ ചിത്രം കൂടി ഇപ്പോൾ അവർ പുറത്തുവിട്ടിട്ടുണ്ട്. ഈ 2 ക്രേറ്റേഴ്സ്, അല്ലെങ്കിൽ ചന്ദ്രനിൽ ഒരുപാട് ഗർത്തങ്ങളുണ്ട് നമുക്കറിയാം. അതിൽ പുതുതായി കണ്ടെത്തിയ 2 ഗർത്തങ്ങൾ, അതൊന്ന് ഇന്റഗ്രിറ്റി ക്രേറ്ററും മറ്റൊന്ന് കരോൾ ക്രേറ്ററുമാണ്. അത് കൃത്യമായി തന്നെ അവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 പേരുകൾക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്ന് ഇത് കണ്ടെത്തിയ ശേഷം, അല്ലെങ്കിൽ ഈ 2 പുതിയ ക്രേറ്റേഴ്സ് ഗർത്തങ്ങൾ കണ്ടെത്തിയ ശേഷം ഇതിനകത്തുള്ള 4 പേർ ഭൂമിയിലെ കൺട്രോൾ സെന്ററിലേക്ക് ഒരു നിർദ്ദേശം, ഒരു സജഷൻ വെച്ചിരുന്നു. ഈ 2 പുതിയ ക്രേറ്ററുകൾക്ക് നമ്മൾ പറയുന്ന പേരുകൾ ഇടണം എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. അതിൽ ഒന്നാമത്തെ പേര് ഇന്റഗ്രിറ്റി എന്നായിരുന്നു. ഇന്റഗ്രിറ്റി എന്ന പേര് കൊടുക്കാൻ കാരണം ഈ പേടകം, ഒറൈൻ എന്ന് പറയുന്ന സഞ്ചരിക്കുന്ന പേടകത്തിനെ വിളിക്കുന്ന വിളിപ്പേര് ഇന്റഗ്രിറ്റി എന്നാണ്. അതുകൊണ്ട് ആ ഓർമ്മ നിലനിൽക്കാൻ വേണ്ടി ഈ പുതിയ ക്രേറ്ററിന്, ഈ പുതിയ ഗർത്തത്തിന്, ചന്ദ്രനിൽ കണ്ടെത്തിയ ആ ഗർത്തത്തിന് ഇന്റഗ്രിറ്റി ക്രേറ്റർ എന്ന പേര് വെക്കണം എന്ന നിർദ്ദേശം അവർ നൽകിയിരുന്നു. അത് നാസ അംഗീകരിക്കുകയും ചെയ്തു. ആ പേര് കൊടുത്തിരിക്കുന്നു. രണ്ടാമത്തത് കെറോൾ ക്രേറ്റർ ആണ്. ഇത് കുറച്ചുകൂടി വൈകാരികമാണ്. ഈ പേര് കൊടുക്കാനുള്ള കാരണം ഈ മിഷൻ കമാൻഡർ റീഡ് വൈസ്മാന്റെ പത്നിയുടെ പേര്, ഭാര്യയുടെ പേര് കെറോൾ എന്നാണ്. പക്ഷെ 2020 ക്യാൻസർ ബാധിച്ചവർ മരിച്ചിരുന്നു. അപ്പോൾ അവരൊക്കെ ഒരു ഫാമിലി പോലെയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി കഴിയുന്നത് എന്നാണ് ഈ സംഘാംഗങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ഓർമ്മയ്ക്കായി ഈ ഗർത്തത്തിന് കെറോളിന്റെ പേര് കൊടുക്കണം എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. അങ്ങനെ അത് കെറോൾ ക്രേറ്റർ എന്നറിയപ്പെടുന്നു. അങ്ങനെ ഇവർ പകർത്തിയ 100 കണക്കിന് ചിത്രങ്ങൾ വരും മണിക്കൂറുകളിൽ നാസ പുറത്തുവിടും എന്നാണ് ഏറ്റവും ഒടുവിൽ അറിയാൻ കഴിയുന്ന വിവരം. ചന്ദ്രന്റെ, ഭൂമിയുടെ, സൂര്യന്റെ ഒക്കെ തന്നെ വളരെ വളരെ മികച്ച, ഏറ്റവും HD ക്വാളിറ്റിയുള്ള ചിത്രങ്ങൾ പുറത്തുവരും. അത് നമുക്ക് നൽകുന്ന വിസ്മയം മറ്റൊന്നാകും. നമുക്കതിനായി കാത്തിരിക്കാം. ദിൽന ആൻഡ് അനൂപ്. പ്രജൻ, ഈ അല്പസമയത്തിനകം ഈ സംഘം ഈ ചന്ദ്രന്റെ ആകർഷണ വലയത്തിൽ നിന്ന് പുറത്തു കിടക്കുമല്ലോ. ഈ മടക്കയാത്ര പ്രതീക്ഷിച്ചതുപോലെ സുഖകരമായി പോകുന്നു അല്ലേ? തീർച്ചയായിട്ടും. കാരണം മടക്കയാത്ര ഈ രീതിയിൽ പറയുന്നത് പോലെ നമ്മുടെ ആ പേടകത്തിന്റെ മടക്കയാത്ര ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് കടക്കുമ്പോൾ മാത്രമുള്ള ഒരു സങ്കീർണത അത് നമുക്കെല്ലാം അറിയുന്നതാണ്. ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് പുറന്നുള്ള ബഹിരാകാശത്തുള്ള ഒരു വസ്തു എന്തായാലും വരുമ്പോൾ വലിയ ചൂടുണ്ടാകും. അത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തെ ഒരു തീഗോളമായി ആ പേടകം മാറുകയും ചെയ്യും. പക്ഷേ അത്രമാത്രം താപവാഹിനികളായിട്ടുള്ള താപത്തെ തടുക്കാൻ ശേഷിയുള്ള പുറംപാളികൾ ഈ പേടകത്തിനുണ്ട്, ഒറൈൻ പേടകത്തിനുണ്ട്. അത് നമ്മൾ സ്പേസ് എക്സിലൊക്കെ അത്തരത്തിലുള്ള സമാനമായ ഒരുപാട് പേടകങ്ങൾ കണ്ടതാണ് മുൻപ്. ഇതും അതുപോലെ തന്നെ എല്ലാ താപത്തെയും അതിജീവിക്കാൻ ശേഷിയുള്ള വളരെ വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പുറം ചട്ട ഈ ഒറൈൻ പേടകത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ അന്തരീക്ഷത്തിലേക്ക് വരുമ്പോൾ അത് ചൂടുപിടിച്ച് ഘർഷണം മൂലം, അന്തരീക്ഷമുള്ള ഘർഷണം മൂലം ചൂടുപിടിച്ച് കത്തി ഒരു തീഗോളമായി വരികയും പിന്നീട് മെല്ലെ മെല്ലെ സാവധാനം ഈ പാരച്യൂട്ടുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ വേഗം കുറച്ച് മെല്ലെ കടലിലേക്ക് ഇറക്കുകയുമാണ് ചെയ്യുക. പിന്നീട് കടലിലേക്ക് കപ്പലിൽ പോയി ഈ പേടകത്തെ വീണ്ടെടുത്ത് കരയിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. അപ്പോൾ മാത്രമായിരിക്കും യാത്രികർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ കഴിയുക. അത് നടക്കണമെങ്കിൽ ഇനിയിപ്പോൾ 3 ദിവസത്തെ കൂടി യാത്ര ബാക്കിയുണ്ട്. മടക്കയാത്ര നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനെ വേഗം കുറച്ച് കൊണ്ടുവന്ന് പിന്നീട് അന്തരീക്ഷത്തിലേക്ക് കടന്ന് ഏറ്റവും അവസാനം
ഈ സ്പ്ലാഷ് ഡൗൺ ചെയ്യുക. പസഫിക് സമുദ്രത്തിലാണ് ഈ പേടകം വന്ന് പതിക്കുക. അത് വളരെ സാവധാനമായിരിക്കും എന്നാണ് ഇപ്പോൾ നാസ അറിയിച്ചിരിക്കുന്നത്. ഈ കലാശക്കൊട്ടിന്റെ വാർത്തകളിലൂടെയൊക്കെ പോകുമ്പോൾ കലാശക്കൊട്ടിലൊന്നും പങ്കെടുക്കാത്ത സ്ഥാനാർത്ഥികളുണ്ട്. അവരുടെ വിശേഷങ്ങളിലേക്കാണ് ഇനി. കലാശക്കൊട്ട് ഒഴിവാക്കി കോട്ടയം പുതുപ്പള്ളിയിലെയും പാലയിലെയും UDF സ്ഥാനാർത്ഥികളായ ചാണ്ടി ഉമ്മനും മാണി സി കാപ്പനും കലാശക്കൊട്ടിനുള്ള പണം അനാഥാലയങ്ങൾക്ക് നൽകുമെന്നാണ് ഇരുവരുടെയും പ്രഖ്യാപനം. പ്രളയകാല അഴിമതികൾ ചൂണ്ടിക്കാട്ടി പത്തനംതിട്ട, തിരുവല്ല, റാന്നി മണ്ഡലങ്ങളിലെ UDF സ്ഥാനാർത്ഥികളും കൊട്ടിക്കലാശം ഒഴിവാക്കി പ്രതിഷേധിച്ചു. പുതുപ്പള്ളിയിലെ കൊട്ടിക്കലാശം ഒഴിവാക്കിയ ചാണ്ടിയുമ്മൻ ഇന്ന് മറ്റു മണ്ഡലങ്ങളിൽ UDF സ്ഥാനാർത്ഥികളുടെ പ്രചാരണത്തിനെത്തി. ഇവിടെ UDF സർക്കാർ വരുമ്പോൾ ആ സർക്കാരിന് കൈവക്കുവാൻ പൂണത്തറയിൽ നിന്നും ഒരു MLA കാണണം. അത് ദീപക് ജോയി ആയിരിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തവണയും കൊട്ടിക്കലാശം ഒഴിവാക്കുന്നുവെന്ന് മാണി സി കാപ്പൻ. 25 ദിവസത്തെ പ്രചരണത്തിൽ സൈബർ അറ്റാക്ക് കണ്ടമാനമുണ്ടായിരുന്നു. 2, ഈ നിയോജകമണ്ഡലത്തിന് വേണ്ടി ഞാനൊന്നും ചെയ്തില്ല എന്നായിരുന്നു. 244 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 6.5 വർഷത്തിനിടയ്ക്ക് കൊണ്ടുവന്നു ഈ തടസ്സങ്ങൾക്കിടയിലും. അതെല്ലാം ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ഞങ്ങളൊരു പത്രമടിച്ച് ജനങ്ങളിൽ എത്തിച്ചു. കൊട്ടിക്കലാശത്തിനുള്ള പണം ഇരുവരും അനാഥാലയങ്ങൾക്ക് നൽകും. ആളില്ലാത്തതുകൊണ്ടാണ് മാണി സി കാപ്പൻ കൊട്ടിക്കലാശം നടത്താത്തതെന്ന് പാലായിലെ NDA സ്ഥാനാർത്ഥി ഷോൺ ജോർജ്. ആളില്ലാത്തതുകൊണ്ട് കലാശക്കൊട്ട് മാറ്റി വെച്ചാൽ എന്റെ കുഴപ്പമാണോ? UDFന് ക്യാമ്പേ ഇല്ല. UDF ക്യാമ്പ് ഇവിടെ ജോസ് കെ മാണിയുടെ ക്യാമ്പിൽ 10 CPമാർ നാട്ടിലുള്ളതുകൊണ്ട് അവർ സഹകരിക്കുന്നതുകൊണ്ട് വണ്ടി ഓടുന്നു. അല്ലെങ്കിൽ ഈ രണ്ടുപേരും പോയതാ. പ്രളയകാല അഴിമതി ആരോപണവുമായി മാത്യു കുഴൽനാടൻ രംഗത്തെത്തിയതിനു പിന്നാലെ തിരുവല്ലയിലും റാന്നിയിലും UDF സ്ഥാനാർത്ഥികൾ കൊട്ടിക്കലാശം ഒഴിവാക്കി പ്രതിഷേധിച്ചു. തിരുവല്ലയിൽ UDF പ്രവർത്തകർ മുൻമന്ത്രി മാത്യു ടി തോമസിനെതിരെ പ്രതിഷേധിച്ചു. ഇലക്ഷൻ ഡെസ്ക് 24. അങ്ങനെ പരസ്യ പ്രചാരണം അവസാനിച്ചു. ഇനി നിശബ്ദ പ്രചാരണത്തിന്റെ സമയമാണ്. അപ്പോഴും വലിയ ആത്മവിശ്വാസത്തിലാണ് LDF. സംസ്ഥാനത്ത് ഭരണത്തിൽ ഹാട്രിക് എന്ന ചരിത്ര നേട്ടം കയ്യെത്തിപ്പിടിക്കാനാകും എന്നാണ് പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമില്ലെന്നും അങ്ങനെ വിചാരിച്ചവർക്ക് കടുത്ത നിരാശയുണ്ടാകുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചു. 3 ആഴ്ചയിലേറെ നീണ്ട പരസ്യപ്രചാരണം അവസാനിക്കുമ്പോൾ LDF നേതൃത്വത്തിൽ ഭരണ തുടർച്ചയുണ്ടാകുമെന്ന പ്രതീക്ഷ ഉറയ്ക്കുകയാണ്. സംസ്ഥാന ചരിത്രത്തിൽ ഒരു മുന്നണിക്കും കൈവരിക്കാൻ കഴിയാത്ത നേട്ടമായ 3ാം തുടർഭരണം പിണറായി വിജയൻ സാധ്യമാക്കുമെന്നാണ് LDF ക്യാമ്പിന്റെ ആത്മവിശ്വാസം. കേരള രാഷ്ട്രീയത്തിലൊരു പുതിയ ചരിത്രം എഴുതി ചേർത്തുകൊണ്ട് LDFന് ഒരു 3ാം ഊഴം കിട്ടും എന്നാണ്. വികസനത്തിനൊപ്പം ക്ഷേമപ്രവർത്തനങ്ങളും നടത്താനായത് ജനങ്ങൾക്കിടയിൽ നല്ല സ്വാധീനമുണ്ടാക്കിയിട്ടുണ്ടെന്നാണ് LDFന്റെ വിലയിരുത്തൽ. സർക്കാരിനെതിരായ വികാരം വോട്ടർമാർക്കിടയിൽ ഇല്ല എന്നതാണ് ഇടതുമുന്നണിയുടെ തുടർഭരണ പ്രതീക്ഷയുടെ ആണിക്കല്ല്. സാധാരണ തെരഞ്ഞെടുപ്പ് രംഗത്ത് കാണാറുള്ള ഈ നിലവിലുള്ള ഭരണത്തിനെതിരെയുള്ള വികാരം കഴിഞ്ഞ 10 വർഷമായി LDF സർക്കാർ തുടരുകയാണ്. എന്നാൽ സ്വാഭാവികമായി അങ്ങനെയൊരു ഭരണവിരുദ്ധ വികാരം ഉണ്ടാകുമെന്ന് വിചാരിച്ചവർക്കൊക്കെ കടുത്ത നിരാശ ഉണ്ടാകുന്ന തരത്തിലാണ് ജനങ്ങളിൽ നിന്നും പ്രതികരണം ഉണ്ടായിട്ടുള്ളത്. മലബാർ മേഖലയിൽ മുസ്ലിം ലീഗിന്റെ കരുത്തിൽ UDF സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നാണ് LDFന്റെ വിലയിരുത്തൽ. എന്നാൽ പാലക്കാട് മുതൽ തെക്കോട്ട് ആ സ്വാധീനം പ്രകടമല്ലെന്നും LDF വിലയിരുത്തുന്നു. UDFന്റെ പരമ്പരാഗത സ്വാധീന മേഖലകളായ മധ്യകേരളത്തിൽ നേട്ടമുണ്ടാക്കാതെ അവർക്ക് സർക്കാർ ഉണ്ടാക്കാൻ കഴിയില്ലെന്നാണ് ഇടതു നേതൃത്വത്തിന്റെ നിഗമനം. 24 തിരുവനന്തപുരം. 10 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഇക്കുറി ഭരണത്തിൽ തിളക്കമാർന്ന വിജയത്തോടെ തിരിച്ചെത്താമെന്ന ആത്മവിശ്വാസത്തിലാണ് UDF. 100 സീറ്റുകൾക്ക് മുകളിൽ നേടുമെന്ന ആത്മവിശ്വാസം ആവർത്തിക്കുകയാണ് നേതാക്കൾ. സംസ്ഥാനത്ത് UDFന്റെ സുനാമി തന്നെ ഉണ്ടാകുമെന്ന് പറയുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. വാദപ്രതിവാദങ്ങളും സജീവമായ പ്രചാരണ തന്ത്രങ്ങളും നിറഞ്ഞു നിന്ന ദിവസങ്ങൾ കലാശക്കൊട്ടിലെത്തുമ്പോഴും ആത്മവിശ്വാസക്കുറവില്ലാതെ UDF. സർവേകളെ കാര്യമാക്കുന്നില്ലെന്നും 100 സീറ്റുകൾക്ക് മുകളിൽ UDF വിജയിച്ചു കയറുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. സർക്കാരിനെതിരെയും CPMനെതിരെയും ആരോപണങ്ങൾ ആവർത്തിച്ചു. എവിടെ മത്സരിക്കുന്നത് CPMല് മുഖ്യമന്ത്രി ഏകാധിപതിയായ മുഖ്യമന്ത്രിയാണ്. ചോദ്യം ചെയ്യാനില്ലാത്ത ആളാണ് CPMല്. അദ്ദേഹത്തിന്റെ തട്ടകത്തിൽ 2 മുതിർന്ന നേതാക്കന്മാര് റിബലുകളായി മത്സരിച്ച് മുഖ്യമന്ത്രിയെയും പാർട്ടിയെയും ചോദ്യം ചെയ്യാണ്. ആലപ്പുഴയിൽ ചോദ്യം ചെയ്യാണ്, പാലക്കാട് ചോദ്യം ചെയ്യാണ്, മലമ്പുഴയിൽ ചോദ്യം ചെയ്യാണ്. മന്ത്രിമാരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ മന്ത്രിമാർക്കെതിരായിട്ട് ആന്റി ഇൻകംബൻസി ഉണ്ട് ഭയങ്കരമായിട്ട്. ഗവൺമെന്റിനോടുള്ള വെറുപ്പും പ്രതിഷേധവും ഒക്കെ മന്ത്രിമാരോടുമുണ്ട്. UDFന് വൻ ആത്മവിശ്വാസമുണ്ടെന്ന PK കുഞ്ഞാലിക്കുട്ടി. UDFന്റെ വിജയം ഉറപ്പിച്ച പോലെയാണ് അപ്പുറത്തുനിന്ന് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങളൊക്കെ. കാസർഗോഡ് നിന്ന് എറണാകുളം എത്തുമ്പോഴേക്കും വിജയം ഉറപ്പിച്ചു കഴിയുമെന്നാണ് പ്രതിപക്ഷ നേതാവ് ആണയിടുന്നത്. ഭരണവിരുദ്ധ തരംഗം അലയടിക്കുമെന്ന് പ്രതീക്ഷ.
തെക്കൻ കേരളത്തിൽ നിന്ന് കൂടുതൽ സീറ്റുകളും UDF ലക്ഷ്യമിടുന്നു. 24 കൊച്ചി. അങ്ങനെ LDF-ന് തുടർഭരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയുണ്ട്. UDF-ന് ഭരണത്തിൽ തിരിച്ചെത്താമെന്ന പ്രതീക്ഷയുണ്ട്. 2 ക്യാമ്പുകളെയും കടന്നാക്രമിക്കുകയാണ് NDA. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ളവർ കേരളത്തിലെത്തി നടത്തിയ പ്രചാരണം വോട്ടെടുപ്പിൽ പ്രതിഫലിക്കും എന്നാണ് BJP-യുടെ പ്രതീക്ഷ. ഇത്തവണ പലയിടത്തും അക്കൗണ്ടുകൾ തുറക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് നേതാക്കൾ. ശബരിമല സ്വർണ്ണക്കൊള്ള ഡീൽ തുടങ്ങി വിവിധ വിഷയങ്ങൾ ചർച്ചയായ പ്രചാരണ കാലയളവിൽ BJP-യെ പൊള്ളിച്ചത് FCRA ബിൽ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ബിൽ പാർലമെന്റിൽ അവതരിപ്പിക്കുന്നത് തൽക്കാലം നീട്ടിവെക്കാൻ BJP-ക്കായി. ക്രൈസ്തവ പിന്തുണ നേടാൻ പദ്ധതികൾ ആവിഷ്കരിച്ച സംസ്ഥാന BJP-ക്ക് FCRA ബിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടുള്ള നിർണായക നീക്കം. എന്നാൽ LDF UDF ക്യാമ്പുകൾ NDA-ക്കെതിരെയുള്ള പ്രധാന പ്രചാരണ വിഷയമായി FCRA ബില്ലിനെ ഉപയോഗിക്കുന്നു. പ്രതിരോധിക്കാൻ BJP നേതാക്കൾ അരയും തലയും മുറുക്കി കളത്തിൽ. എങ്ങനെ ക്രിസ്ത്യാനികൾക്കെതിരാണ് ഇതെങ്ങനെയാ? അത് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ടൊട്ടം കണക്കെടുത്താൽ 12% ഉള്ളൂ രജിസ്റ്റേർഡ് ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന സംഘടനകൾ. അപ്പോൾ ഇത് ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കൊണ്ടുവന്ന നിയമമാണ്. എന്തിനു വേണ്ടിയാണ് നിയമം ഉണ്ടാക്കിയത്? രാജ്യത്തിനെ തകർക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികളുടെ പണം അത് വരാൻ വേണ്ടി ഇത് ദുരുപയോഗം ചെയ്യുന്നു. ക്രിസ്ത്യാനികളല്ല, ദുരുപയോഗം ചെയ്യുന്നത് കണ്ടിട്ടാണ് ഇത് വന്നത്. 36ഓളം മണ്ഡലങ്ങളിൽ കടുത്ത മത്സരമെന്നും 12 സീറ്റുകളെങ്കിലും കേരളത്തിൽ നേടാനാവുമെന്നാണ് സംസ്ഥാന നേതൃത്വം ദേശീയ നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന റിപ്പോർട്ട്. നേമം, മഞ്ചേശ്വരം, കഴക്കൂട്ടം, പാലക്കാട്, വട്ടിയൂർക്കാവ്, കാട്ടാക്കട, ചാത്തന്നൂർ, തൃശൂർ, നാട്ടിക, മലമ്പുഴ തുടങ്ങിയ മണ്ഡലങ്ങളിൽ വിജയിച്ചു കയറാനാകുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. നല്ല ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ട്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലുടനീളം ഞങ്ങൾക്ക് നിരവധി മണ്ഡലങ്ങളിൽ മേൽക്കൈ നിലനിർത്താൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. എല്ലാ മണ്ഡലങ്ങളും ഞങ്ങൾക്ക് ഒരുപോലെ പ്രതീക്ഷയുണ്ട്. എല്ലാ മണ്ഡലങ്ങളും ഒരേപോലെയാണ് മത്സരിക്കുന്നത്. പക്ഷേ ഞങ്ങളുടെ സ്വാധീന ശക്തിക്ക് അനുസരിച്ച് ഏറ്റക്കുറച്ചിലുണ്ടാകാം. പക്ഷേ മുഴുവൻ കേരളത്തിലും ഒരു ട്രെൻഡ് സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. കൊണ്ടും കൊടുത്തും 3 ആഴ്ച നീണ്ടുനിന്ന പ്രചാരണത്തിൽ NDA ക്യാമ്പിന് നേതൃത്വം നൽകാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, നിർമ്മല സീതാരാമൻ, S ജയശങ്കർ, JP നദ്ദ, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ്, BJP ദേശീയ അധ്യക്ഷൻ നിതിൻ നബീൻ തുടങ്ങി ദേശീയ നേതാക്കൾ കേരളത്തിലെത്തി. CPIM-നെയും കോൺഗ്രസിനെയും കടന്നാക്രമിച്ച അവർ ശബരിമല സ്വർണ്ണക്കൊള്ളയും പ്രധാന ചർച്ചാ വിഷയമാക്കി. 24 തിരുവനന്തപുരം. G സുധാകരന്റെ സ്ഥാനാർത്ഥിത്വത്തിനെതിരെ തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി DYFI. ആസ്തി വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയെന്നാരോപിച്ച് DYFI ജില്ലാ പ്രസിഡന്റ് S സുരേഷ് കുമാറാണ് പരാതി നൽകിയത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയെ അധിക്ഷേപിച്ച് പുറത്തിറക്കിയ AI വീഡിയോയ്ക്കെതിരെ കേസെടുത്ത് സൈബർ പോലീസ്. മതവികാരത്തെ ദുരുപയോഗപ്പെടുത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ചേർത്താണ് വീഡിയോ നിർമ്മിച്ചത് എന്ന് ആരോപിച്ച് UDF നൽകിയ പരാതിയിലാണ് നടപടി. ഇലക്ഷൻ കമ്മിറ്റി ചെയർമാൻ അനിൽ B കളത്തിലാണ് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർക്ക് പരാതി നൽകിയത്. അധിക്ഷേപ വീഡിയോ സമൂഹ മാധ്യമങ്ങളിലൂടെ BJP കേന്ദ്രങ്ങൾ പ്രചരിപ്പിച്ചുവെന്നാണ് പരാതി. പത്തനംതിട്ട ആറുകാലരികിൽ CPIM മുൻ ബ്രാഞ്ച് സെക്രട്ടറിക്ക് വെട്ടേറ്റു. ആറുകാലിക്കൽ സ്വദേശി രാധാകൃഷ്ണനെയാണ് അയൽക്കാരൻ അലക്സ് ആക്രമിച്ചത്. രാധാകൃഷ്ണന്റെ തലയ്ക്കും കാലിനുമാണ് പരിക്കേറ്റത്. കോൺഗ്രസ് പ്രവർത്തകനാണ് തെരഞ്ഞെടുപ്പ് സ്ലിപ്പ് വിതരണത്തിനിടെ ആക്രമിച്ചതെന്നാണ് ആരോപണം. അടൂരിൽ UDF സ്ഥാനാർത്ഥിക്കെതിരെ LDF വ്യാജ നോട്ടീസ് പ്രചരിപ്പിച്ചുവെന്നാരോപിച്ച് RD ഓഫീസ് ഉപരോധിക്കുന്നു. UDF പ്രവർത്തകരും സ്ഥാനാർത്ഥിയുമാണ് ഉപരോധിക്കുന്നത്. മന്ത്രി V അബ്ദുറഹ്മാൻ താനൂരിനെ പാകിസ്ഥാനോട് ഉപമിച്ചെന്ന പരാതിയുമായി മുസ്ലിം ലീഗ്. BJP വോട്ടുകൾ കൂടി നേടിയെടുക്കാനാണ് അബ്ദുറഹ്മാന്റെ വർഗീയ പരാമർശമെന്ന് UDF സ്ഥാനാർത്ഥി കുറക്കോളി മൊയ്തീൻ. പരാമർശം തെറ്റായി വ്യാഖ്യാനിച്ചതാണെന്ന് V അബ്ദുറഹ്മാൻ പ്രതികരിച്ചു. നമ്മുടെ എതിരാളികൾ പറയുന്നു നമ്മൾ താനൂരിൽ നിന്നും തോറ്റുമടങ്ങിയെന്ന്. 2 മാച്ച് നമ്മൾ കളിച്ചു. താനൂരിൽ പാകിസ്ഥാനിൽ വെച്ച് കളിച്ചു. 2ലും അവരെ തോൽപ്പിച്ചു. ഇത് 3ാമത്തെ മാച്ച്. അത് നമ്മുടെ ഹോം ഗ്രൗണ്ടിൽ തിരൂരിൽ വെച്ച് കളിക്കുന്നു. ഇന്നലെ നടന്ന പൊതുപരിപാടിയിലായിരുന്നു അബ്ദുറഹ്മാന്റെ വിവാദ പരാമർശം. പ്രസ്താവന സോഷ്യൽ മീഡിയ ഏറ്റെടുത്തതോടെ വിമർശനവുമായി ലീഗും രംഗത്തെത്തി. വർഗീയ പ്രസ്താവനയ്ക്കുള്ള മറുപടി തിരൂരിലെയും താനൂരിലെയും ജനങ്ങൾ നൽകുമെന്ന് UDF സ്ഥാനാർത്ഥി കുറുക്കോളി മൊയ്തീൻ. പാകിസ്ഥാൻ പതാക എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ വന്നപ്പോൾ BJP ഇതേപോലെ ഒരടവ് നടത്തിയിട്ടുണ്ട്. അതിന് സമാനമാണ് ഇദ്ദേഹം നടത്തിയിട്ടുള്ളത്. രണ്ടും ഒരേ പാത്രത്തിൽ നിന്നാണല്ലോ കളിക്കുന്നത്. അതുകൊണ്ട് ഒരേ കളിക്കാരാണ് രണ്ടുപേരും. രണ്ടും വർഗീയതയാണ് അവരുടെ അടിസ്ഥാനം.
എന്നാൽ താനൂരിനെയും ലീഗിനെയും പാകിസ്ഥാനോട് ഉപമിച്ചിട്ടില്ലെന്നാണ് വി അബ്ദുറഹ്മാൻ വിശദീകരിക്കുന്നത്. ഒരു ക്രിക്കറ്റ് മാച്ചാണ് യുവാക്കൾക്ക് ഏറ്റവും കൂടുതൽ ഹരമുള്ള കാര്യം. അത് നടക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. ആ ആരവം പോലെ ഒരു ഇന്ത്യ പാകിസ്ഥാൻ മാച്ച് നടക്കുന്ന ആരവം പോലെയാണ്. എല്ലാ ഭാഗങ്ങളിലും ബെറ്റുകൾ വെക്കുന്നു, ഇതെല്ലാം നടക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. വേറെന്താ പറയാൻ? സംഭവത്തിൽ നിയമ നടപടിയിലേക്ക് ലീഗ് കടന്നേക്കും. 24 മലപ്പുറം. രാഷ്ട്രീയ കേരളം ആകാംക്ഷയോടെ നോക്കുന്ന നേമത്തേക്കാണിനി ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലം അവസാന ലാപ്പിലും പ്രവചനാതീതമാണ്. പ്രചരണത്തിന്റെ അവസാന മണിക്കൂറുകളിലും നേമത്തെ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. സംസ്ഥാന നിയമസഭയിലേക്ക് BJPക്ക് ആദ്യമായി ടിക്കറ്റ് നൽകിയ മണ്ഡലം ഇക്കുറി ആർക്കൊപ്പം നിൽക്കുമെന്നതാണ് ആകാംക്ഷ. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുൻപേ നേമത്തെ ചൊല്ലി വിവാദങ്ങൾ പലതുണ്ടായി. CPM കോൺഗ്രസ് ഡീലും SDPI വിവാദവും പണമൊഴുക്ക് ആരോപണവും മുതൽ അഘോരി വിവാദം വരെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ചർച്ചയായി. BJPയിൽ നിന്നും 2021 തിരിച്ചുപിടിച്ച മണ്ഡലം ഇക്കുറി ഇരട്ടത്താഴിട്ട് പൂട്ടുമെന്നാണ് CPIM ക്യാമ്പിന്റെ ആത്മവിശ്വാസം. ഇപ്രാവശ്യം എല്ലാ ഭാഗത്തും ത്രികോണ മത്സരമാണെന്ന് പറയാൻ പറ്റില്ല. സമ്മിശ്ര പ്രതികരണമാണ്. ചില പ്രദേശത്ത് നോക്കുമ്പോൾ ത്രികോണ മത്സരം ഉണ്ടെന്ന് തോന്നുന്നു, ചില പ്രദേശത്ത് നിന്ന് നോക്കുമ്പോൾ UDF വിഡ്രോ ചെയ്ത് പോയ പോലെ തോന്നുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാജീവ് ചന്ദ്രശേഖരന് തന്നെ നേമം മണ്ഡലം നൽകിയ 22,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് BJP പ്രതീക്ഷ. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 27 വാർഡുകളിൽ 17 എണ്ണവും പിടിച്ചെടുക്കാൻ കഴിഞ്ഞതിന്റെ ആത്മവിശ്വാസവും BJPക്കുണ്ട്. ഇപ്പോൾ താക്കോലും പൂട്ട് കയ്യിലിട്ട് വീശി നടക്കുന്ന ആൾക്കാർ ജനങ്ങൾ ഒരു മറുപടി കൊടുക്കും. അത് ഏപ്രിൽ 9-ാം തീയതി അവർ പറയും. എന്താ പറയേണ്ടത് അവർ പറയും. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ കോൺഗ്രസിനുണ്ടായ സീറ്റ് വർധനയാണ് കോൺഗ്രസ് പിടിവള്ളിയായി കാണുന്നത്. ഒപ്പം KS ശബരിനാഥൻ എന്ന സ്ഥാനാർത്ഥിയുടെ വരവ് 2011 മുതൽ നിശ്ചലമായ സംഘടനാ സംവിധാനത്തെ ചലിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന വിലയിരുത്തലുമുണ്ട്. അതിനാൽ തന്നെ മണ്ഡലത്തിൽ നിർണായക ശക്തിയാകാമെന്ന പ്രതീക്ഷ കോൺഗ്രസിനുണ്ട്. ഇവിടുത്തെ ഒരു പൊളിറ്റിക്സ് മനസ്സിലാക്കിയാണ് ഈ മത്സരം നടക്കുന്നത്. ഒരു കണക്ക് കൂട്ടലാണ്. കണക്ക് കൂട്ടലുകൾ കൃത്യമായിട്ടുള്ള ചേരുവകൾ UDFന് അറിയാം. എല്ലാ ഭാഗത്തു നിന്നും വോട്ട് വന്നുകൊണ്ട് UDF ജയിക്കും, ഒരു സംശയമാണ്. 70% ഭൂരിപക്ഷ വോട്ടുകളുള്ള മണ്ഡലത്തിൽ ശക്തമായ ത്രികോണപ്പോര് നടക്കുമ്പോൾ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കുന്നതുൾപ്പെടെ നിർണായക വഴിത്തിരിവാകും. 24 തിരുവനന്തപുരം. നേമത്ത് മാത്രമല്ല, തിരുവനന്തപുരം വട്ടിയൂർക്കാവിലും ഒരു വലിയ ത്രികോണപ്പോര് നടക്കുന്നുണ്ട്. LDFന്റെ VK പ്രശാന്തും UDFന്റെ K മുരളീധരനും NDAയുടെ R ശ്രീലേഖയുമാണ് സ്ഥാനാർത്ഥികൾ. അവിടുത്തെ ചിത്രം നോക്കി വരാം. ഡീൽ വിവാദം മുതൽ പാർട്ടി പരിപാടിയിലെ സ്ഥാനാർത്ഥിയുടെ ഇറങ്ങിപ്പോക്ക് വരെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ ചർച്ചയായ മണ്ഡലം. 3 മുന്നണികൾക്കും ഒരുപോലെ സാധ്യതയുള്ള മണ്ഡലം. പ്രചരണത്തിന്റെ അവസാന ലാപ്പിലും മണ്ഡലത്തിന് എങ്ങോട്ടാണ് ചായ്വെന്നുള്ളത് അവ്യക്തം. വട്ടിയൂർക്കാവ് തന്നെ കൈവിടില്ല എന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. എന്ത് ഡീലുണ്ടെങ്കിലും വട്ടിയൂർക്കാവിലെ ജനങ്ങൾ എന്നെ കൈവിടില്ല എന്നെനിക്ക് 100% ഉറപ്പുണ്ട്. അതുകൊണ്ട് വിജയത്തിൽ ആ ഡീലുകളൊന്നും വിജയത്തിനെ ബാധിക്കില്ല. പ്രചരണത്തിന്റെ അവസാന ദിവസങ്ങളിലും ഡീൽ ആരോപണ മണ്ഡലത്തിൽ ശക്തമായ ചർച്ചാ വിഷയമാക്കി നിലനിർത്തുകയാണ് സിറ്റിംഗ് MLA കൂടിയായ VK പ്രശാന്ത്. ശ്രീ K മുരളീധരൻ അടക്കമുള്ള ആളുകൾ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടല്ലോ, പലയിടത്തും മന്ത്രിയാവും എന്നൊക്കെ പറഞ്ഞ് പ്രചരണം നടത്തുന്നുണ്ട്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. ഞങ്ങൾക്ക് മോശമല്ലാത്തൊരു വിജയമായിരിക്കും ഇത്തവണ ഉണ്ടാവുക. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ പാർട്ടിക്ക് ഉണ്ടാക്കാൻ സാധിച്ച വലിയ മുന്നേറ്റം തന്നെയാണ് NDA സ്ഥാനാർത്ഥി R ശ്രീലേഖയ്ക്ക് പ്രചരണത്തിന്റെ അവസാന നിമിഷങ്ങളിലും ആത്മവിശ്വാസം പകരുന്നത്. ശാസ്തമംഗലം വാർഡ് കൗൺസിലറായിട്ട് വളരെ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ഞാൻ ജയിച്ചു വന്നതും ഞാൻ കഴിഞ്ഞ 2 മാസമായിട്ട് ഇവിടെ ചെയ്യുന്ന സേവനങ്ങൾ എന്താണെന്ന് ജനങ്ങൾക്ക് അറിയാം, അവരത് കാണുന്നുണ്ട്. ഒന്ന് മാറ്റി ചിന്തിക്കൂ, എനിക്കൊരവസരം തരൂ, എങ്ങനെയാണ് ഞാൻ പ്രവർത്തിക്കുന്നത് നിങ്ങൾക്ക് നേരിട്ട് കാണാൻ സാധിക്കും. 3 മുന്നണികൾക്കും മണ്ഡലത്തിൽ വ്യക്തമായ സ്വാധീനമുണ്ട്. ഇടതിനും വലതിനുമൊപ്പം നിന്നിട്ടുള്ള മണ്ഡലത്തിൽ അട്ടിമറി വിജയമാണ് NDAയുടെ പ്രതീക്ഷ. ജിബിൻ JB 24 തിരുവനന്തപുരം. ഇടവേളയ്ക്ക് മുൻപ് പറഞ്ഞ വാർത്തയിലേക്കാണ്. കഴക്കൂട്ടം മണ്ഡലത്തേക്ക് പോവുകയാണ്. തിരുവനന്തപുരത്തിന്റെ IT നഗരമായ കഴക്കൂട്ടത്തും ഇത്തവണ പ്രവചനാതീതമാണ് മത്സരം. കടകംപള്ളി സുരേന്ദ്രൻ മത്സരിക്കുന്നതിനാൽ തന്നെ ശബരിമല സ്വർണ്ണക്കൊള്ളയടക്കം മണ്ഡലത്തിൽ സജീവ ചർച്ചയായിരുന്നു. ആവേശക്കൊടുമുടിയിലെത്തിച്ച പ്രചാരണങ്ങൾ അവസാനിക്കുമ്പോൾ ആകാംക്ഷയിലാണ് കഴക്കൂട്ടം. ആരു വീഴും ആരു വാഴുമെന്നറിയില്ല. നിലവിലെ MLA കടകംപള്ളി സുരേന്ദ്രൻ, മുൻ കേന്ദ്രമന്ത്രി V മുരളീധരൻ, മുൻ MLA T ശരത്ചന്ദ്രപ്രസാദ് എന്നിവരാണ് മത്സര രംഗത്ത്. പ്രചാരണം അവസാന ലാപ്പിലെത്തുമ്പോൾ ഒരുപോലെ പ്രതീക്ഷയിലാണ് മുന്നണികൾ. വികസന നേട്ടങ്ങൾ പറഞ്ഞാണ് കടകംപള്ളി സുരേന്ദ്രൻ വോട്ട് തേടുന്നത്. വികസനമാണ് ജനങ്ങൾ ചർച്ച ചെയ്യുന്നത്, ഞങ്ങൾ ചർച്ച ചെയ്യുന്നത് വികസനമാണ്, അല്ലാതെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾ ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ആ വികസന പ്രശ്നങ്ങളോട് ജനങ്ങൾ വളരെ താല്പര്യപൂർവ്വമാണ് പ്രതികരിക്കുന്നത്. 2016-ലും 2021-ലും 2ാം സ്ഥാനത്തെത്തിയ BJPക്ക് വമ്പിച്ച മുന്നേറ്റമുണ്ടാക്കാനാകുമെന്ന ആത്മവിശ്വാസമുണ്ട്. ഒപ്പം തിരുവനന്തപുരം നഗരസഭ പിടിച്ചെടുത്തതും മണ്ഡലത്തിലെ 28 വാർഡുകളിൽ ഭൂരിപക്ഷവും നേടാനായതും V മുരളീധരന് പ്രതീക്ഷ നൽകുന്നുണ്ട്.
ഈ മണ്ഡലത്തിൽ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നു. അത് ദേശീയ ജനാധിപത്യ സഖ്യത്തിന് അനുകൂലമായിരിക്കും. ഒരു കാലത്ത് UDFന്റെ കുത്തക മണ്ഡലമായിരുന്ന കഴക്കൂട്ടത്തെ തിരികെ പിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് ശരത്ചന്ദ്ര പ്രസാദ്. BJP വിജയിച്ചു കയറാനാകുമെന്ന് പ്രതീക്ഷിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നുകൂടിയാണ് കഴക്കൂട്ടം. ശബരിമല വിഷയങ്ങളും ഡീൽ വിവാദവുമൊക്കെ മണ്ഡലത്തിൽ ഇതിനോടകം ചർച്ച ചെയ്യപ്പെട്ടു കഴിഞ്ഞു. റിനു ശ്രീധർ, 24, തിരുവനന്തപുരം. ഇടുക്കിയിലെ മിടുക്കനാരെന്ന് മറ്റന്നാൾ ജനം വിധിയെഴുതും. 25 വർഷം MLA ആയി തുടരുന്ന LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിന് ഇത് നിലനിൽപ്പിന്റെ പോരാട്ടമാണ്. കേരള കോൺഗ്രസിൽ നിന്ന് ഏറ്റെടുത്ത സീറ്റിൽ കോൺഗ്രസിന്റെ റോയ് കെ പൗലോസിന് വിജയിച്ചേ മതിയാകൂ. കാണാം ഇടുക്കിയിലെ പോര്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം മുതൽ സംസ്ഥാനത്ത് ചർച്ച ചെയ്യപ്പെട്ട പ്രധാന മണ്ഡലമാണ് ഇടുക്കി. UDFിലെ സീറ്റ് വിഭജനത്തിൽ പ്രതിസന്ധി സൃഷ്ടിച്ച മണ്ഡലം. എന്നാൽ കോൺഗ്രസിലെ റോയി കെ പൗലോ സ്ഥാനാർത്ഥിയായി എത്തിയതോടെ കളം മാറി. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ട്രെൻഡിനൊപ്പം കൈപ്പത്തി വികാരം കൂടി ചർച്ചയാക്കി വോട്ട് പെട്ടിയിലാക്കാനാണ് UDFന്റെ ശ്രമം. UDF കേരളത്തിൽ തിരിച്ചു വരണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇടുക്കി നിയോജകമണ്ഡലം UDF തിരിച്ചു പിടിക്കണമെന്ന് ജനങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് രണ്ടിനും അനുകൂലമായിട്ടുള്ള ഒരു അന്തരീക്ഷം ഈ നിയോജകമണ്ഡലത്തിൽ അങ്ങോളം ഇങ്ങോളം കാണുന്നുണ്ട്. അത് 100% ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അത് 4-ാം തീയതി ബോധ്യപ്പെടും. അതുവരെയും ചില ആൾക്കൊക്കെ സംശയമൊക്കെ ഉണ്ടാകും. കേരള കോൺഗ്രസിലെ രണ്ടാമൻ, 25 വർഷമായി തുടർച്ചയായി ഇടുക്കി MLA. ഇത്തവണ പരാജയപ്പെട്ടാൽ റോഷി അഗസ്റ്റിന്റെ രാഷ്ട്രീയ ഭാവിക്ക് തന്നെ ഭീഷണിയാവും. അരയും തലയും മുറുക്കി രണ്ടും കൽപ്പിച്ചാണ് LDFന്റെ പ്രചരണം. എനിക്ക് മുൻകാലങ്ങളേക്കാൾ ഏറ്റവും സന്തോഷദായകമായ ഒരു തെരഞ്ഞെടുപ്പാണ്. എല്ലാ ഘട്ടത്തിലും ഉണ്ടായതിനേക്കാൾ വലിയ ആത്മാവേശം പകർത്തുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങളോടൊപ്പം നിൽക്കാൻ കഴിഞ്ഞാൽ ജനങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുന്നതെന്ന് നേരിട്ട് മനസ്സിലാക്കാൻ പറ്റിയ നന്മ നിറഞ്ഞ ഹൃദയമുള്ളവരെ നേരിൽ കാണുന്ന സന്ദർഭം ഇപ്പോൾ യാത്ര. അതുകൊണ്ട് തെരഞ്ഞെടുപ്പിനെ കുറിച്ച് എനിക്കൊരാശങ്കയില്ല ഇക്കാര്യത്തിൽ. സോഷ്യൽ മീഡിയയിൽ ഉൾപ്പെടെ ആരോപണ പ്രത്യാരോപണങ്ങൾ ഉയർത്തി വാശിയേറിയ പ്രചരണമാണ് UDFും LDFും നടത്തുന്നത്. അതേസമയം NDAയ്ക്ക് വേണ്ടി മത്സരിക്കുന്ന BDJ സ്ഥാനാർത്ഥി പ്രതീഷ് പ്രഭ നേടുന്ന വോട്ടും ഇരു കൂട്ടർക്കും നിർണായകമാണ്. 24 ഇടുക്കി. ഇടുക്കിയിൽ നിന്ന് നേരെ തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിലെ മണലൂർ മണ്ഡലത്തിൽ അവിടെ രാഷ്ട്രീയ വിവാദങ്ങൾ മാറി മാറി വന്ന മണ്ഡലത്തിൽ ഇത്തവണ ശക്തമായ മത്സരമാണ്. BJPയെ പ്രതിരോധത്തിലാക്കിയ കിറ്റ് വിവാദം കൊട്ടിക്കലാശ ദിനത്തിലും കെട്ടടങ്ങിയിട്ടില്ല. UDFിനു വേണ്ടി TN പ്രതാപൻ, LDFിനായി പ്രൊഫസർ C രവീന്ദ്രനാഥ്, NDAയ്ക്കായി KK അനീഷ് കുമാർ. BJP വോട്ടർമാർക്ക് കിറ്റ് നൽകുന്നു എന്ന രാഷ്ട്രീയ വിവാദം സംഘർഷത്തിലേക്ക് വരെയെത്തി. BJP പിടിക്കുന്ന വോട്ടുകൾ ഗതി നിർണയിക്കും എന്ന പതിവ് നിരീക്ഷണത്തിൽ നിന്ന് മണ്ഡലത്തിൽ ആർക്കുമത്ര എളുപ്പത്തിൽ ജയിച്ചു കയറാനാകില്ല എന്നതാണ് യാഥാർത്ഥ്യം. 2 തവണ LDF ജയിച്ച മണ്ഡലത്തിൽ TN പ്രതാപൻ മാസങ്ങൾക്ക് മുൻപേ പ്രചാരണം അനൌദ്യോഗികമായി തുടങ്ങിയിരുന്നു. മുരളി പെരുന്നല്ലി മാറുമ്പോൾ ആര് എന്ന ചോദ്യത്തിന് ഇടതുപക്ഷത്തിനും C രവീന്ദ്രനാഥ് എന്ന പേരല്ലാതെ മറ്റ് ഉത്തരങ്ങൾ ഉണ്ടായിരുന്നില്ല. തൃശൂരിൽ പരിഗണിച്ചിരുന്ന KK അനീഷ് കുമാർ അവസാന നിമിഷമാണ് മണലൂരിലേക്ക് അപ്രതീക്ഷിതമായി എത്തിയത്. പ്രചാരണത്തിലും 3 മുന്നണികളും ഒപ്പത്തിനൊപ്പമാണ് ഈ സ്റ്റാർ മണ്ഡലത്തിൽ. 24 തൃശൂർ. ഇനി പാലയിലേക്കാണ്. പാലായിലും ത്രികോണ മത്സരമാണ്. ജോസ് കെ മാണിയും മാണി സി കാപ്പനും ഷോൺ ജോർജും നേർക്കുനേറേറ്റുമുട്ടുകയാണ്. പ്രചാരണത്തിൽ 3 മുന്നണികളും ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ പാലായുടെ കാറ്റ് ആർക്കൊപ്പമെന്നറിയാൻ നെഞ്ചിടിപ്പ് ഏറുകയാണ്. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ത്രികോണ മത്സരത്തിന്റെ കളമൊരുങ്ങിയിരിക്കുന്നു. നിശബ്ദ പ്രചരണങ്ങളും ഭവന സന്ദർശനങ്ങളും നടത്തി 3 സ്ഥാനാർത്ഥികളും നേരത്തെ തന്നെ അംഗം കുറിച്ചു. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് പിന്നാലെ പാല ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത പ്രചാരണ കോലാഹലങ്ങളാണ് കാണാനായത്. ത്രികോണ മത്സരത്തിന്റെ വീറും വാശിയും മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും വരെ എത്തി. KM മാണിക്ക് ശേഷം പാല നഷ്ടമായ കേരള കോൺഗ്രസിന് ഇത് അഭിമാന പോരാട്ടമാണ്. ഇത്തവണ കൂടി വിജയിച്ചില്ലെങ്കിൽ പാർട്ടി ചെയർമാൻ ജോസ് കെ മാണിക്ക് അത് വലിയ തിരിച്ചടിയാകും. അതുകൊണ്ട് തന്നെ സൂക്ഷിച്ചുള്ള കരുനീക്കങ്ങളാണ് ജോസും കൂട്ടരും നടത്തുന്നത്. പാല നമ്മൾ തിരിച്ചു പിടിക്കും, ഇടതുപക്ഷം തിരിച്ചു പിടിക്കും, പാലായുടെ ആ സുവർണകാലം തിരിച്ചെടുക്കും എന്നുള്ളതാണ്. അതാണ് ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഒരു വലിയൊരു മുന്നേറ്റം, ജനങ്ങളുടെ ആവേശകരമായ പ്രതികരണം കാണുന്നതാണ്.
2019 LDF-നൊപ്പം ചരിത്രം തിരുത്തിയ കാപ്പൻ ഇത്തവണയും UDF-നൊപ്പമാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത്. പാലക്കാർ നൽകിയ ഈ പിന്തുണയിൽ തന്നെയാണ് കാപ്പന്റെ ഇത്തവണത്തെയും പ്രതീക്ഷ. പാലായിലെ വോട്ടേഴ്സിനോട് എനിക്ക് പറയാനുള്ള അത്രയേ ഉള്ളൂ. 244 കോടി രൂപയുടെ വികസനം മാത്രമേ ഈ തടസ്സപ്പെടുത്തലുകളൊക്കെ ഉണ്ടായിട്ടും കൊണ്ടുവരാൻ എനിക്ക് കഴിഞ്ഞുള്ളൂ. പക്ഷേ UDF അധികാരത്തിൽ വരികയും ഞാൻ അതിൻ്റെ ഭാഗമാകുകയും ചെയ്താൽ 2500 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പാലായി കൊണ്ടുവരും. പാലയെ ഇത്തവണ പ്രവചനാതീതമാക്കുന്നത് ഷോൺ ജോർജിന്റെ കടന്നുവരവാണ്. മലയോര മേഖലയിലടക്കം കരുത്ത് തെളിയിക്കാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ഷോൺ ജോർജ്. ഏപ്രിൽ 9 തെരഞ്ഞെടുപ്പ് നേരിടാൻ പാലാ നിയോജകമണ്ഡലം NDA സുസജ്ജമാണ്. ശക്തരാണ്. അവരവരുടെ പാർട്ടികളിൽ വലുതായിരിക്കാം. പക്ഷേ ജനങ്ങളുടെ മുമ്പിൽ ഇവിടെ NDA ആണ് ശക്തം. ജനങ്ങളുടെ മനസ്സിൽ ഇന്ന് ഇവിടെ NDA ഉള്ളൂ. ചരിത്രത്തിലെ ഏറ്റവും വലിയ ഒരു അട്ടിമറിയായിരിക്കും പാലായിൽ സംഭവിക്കാൻ പോകുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDF-ന് വലിയ മേൽക്കൈ നേടാൻ സാധിച്ചിരുന്നു. പാലാ നഗരസഭ നഷ്ടമായെങ്കിലും മോശമല്ലാത്ത പ്രകടനം കേരള കോൺഗ്രസ് എം കാഴ്ചവെച്ചു. അതുകൊണ്ട് തന്നെ BJPക്ക് ലഭിക്കുന്ന വോട്ടുകൾ ഇത്തവണ പാലായിൽ നിർണായകമാകും. 24 കോട്ടയം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.